ബോക്സ് ഓഫീസ് വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ദുരന്തമാകുമെന്ന് കരുതിയ ദുരന്തർ ഇപ്പോൾ വലിയ ബോക്സ് ഓഫീസ് ചലനം സൃഷ്ടിക്കുമ്പോൾ വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയുടെ കൂപ്പുകുത്തലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ദുരന്തറിന് നേരെ വിപരീതമായി ഇപ്പോൾ ബോക്സ് ഓഫീസിൽ സംഭവിക്കുന്ന ഒരു സിനിമ. അതൊരു മലയാള സിനിമയാണ്. അത് ദിലീപ് നായകനാകുന്ന സിനിമയാണ്. അതിൻ്റെ പേര് ഭയം ഭക്തി ബഹുമാനം. ഇത്രയും വലിയൊരു ഹൈപ്പിൽ ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു വലിയ വിഭാഗം സമൂഹം സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഒരു വലിയ വിഭാഗം സമൂഹം ഈ സിനിമ എന്തു വന്നാലും കാണുമെന്ന് ചിന്തിക്കുന്നു. സമൂഹം രണ്ട് തട്ടിലായിട്ട് പിരിയുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെയാണ് ഡിസംബർ 18 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആദ്യ ദിവസം ബുക്കിംഗ് തുടങ്ങി ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ 18,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അതിനുശേഷം റിലീസിന് ശേഷം ഉള്ള ആദ്യത്തെ 24 മണിക്കൂറിൽ 1,80,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അങ്ങനെ ഫാൻസിൻ്റെ അഭിപ്രായം കൊണ്ട് ഈ സിനിമയുടെ ബുക്കിങ്ങുകൾ ആദ്യത്തെ 24 മണിക്കൂറിൽ ശരവേഗത്തിൽ മുന്നോട്ട് പോയി. എന്നാൽ പോലും മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിൻ്റെ 1,93,000 എന്ന റെക്കോർഡ് തകർക്കാൻ ബബ്ബബയ്ക്ക് സാധിച്ചില്ല. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ബബ്ബബയെ നെഗറ്റീവ് റിവ്യൂസ് കൊണ്ട് മൂടുന്ന കാഴ്ചയായിരുന്നു. റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ആളുകൾ നെഗറ്റീവ് പറയുന്നു, പൊതുസമൂഹം നെഗറ്റീവ് പറയുന്നു. അങ്ങനെ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ വന്നിട്ടും വിനീതും ധ്യാനും കൂടി ഒരുമിച്ച് വന്നിട്ട് പോലും ദിലീപിന് ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയാവുന്ന ബബ്ബബ തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴതിൻ്റെ ബുക്കിങ്ങുകൾ പുറത്തു വരുമ്പോൾ പോലും ലാസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 60,000 ടിക്കറ്റുകൾ മാത്രമാണ്. അതായത് 1,80,000 എന്നുള്ള തുടക്കത്തിൽ നിന്ന് വെറും 2 ദിവസങ്ങൾക്കിപ്പുറം 1,80,000 60,000 കൂപ്പുകുത്തുന്ന കാഴ്ച. ഡിഫറൻസ് നോക്കിയേ, 1,20,000 ടിക്കറ്റുകളുടെ ഡിഫറൻസാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്നത് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് എന്നതും കൂടി ഓർക്കുക. അതായത് ഒരു വർക്കിംഗ് ഡേ പോലും അല്ലാത്ത ഒരു ഹോളിഡേയിൽ പോലും 60,000 ടിക്കറ്റ്സിൽ തകർന്നടിയുന്ന കാഴ്ച ബബ്ബബയ്ക്ക് സംഭവിക്കുന്നു എന്നത് വേണം തന്നെ പറയാൻ. കൂടാതെ ബബ്ബബ എന്ന സിനിമയെക്കുറിച്ച് 2 കാര്യങ്ങൾ കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ ഒരു ഉള്ളടക്കമാണ്. ഈ സിനിമയിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. 2 സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് എന്നതും കൂടി പറയട്ടെ. സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിടുകയാണ് ഈ 2 സീനുകൾ എന്നതും കൂടി പറയാം. ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻട്രൊഡക്ഷൻ രംഗത്തിൽ മാധ്യമങ്ങളോട് വന്ന് ധ്യാൻ പറയുന്നൊരു വാചകമുണ്ട്. അതിനകത്ത് പോയി ഞാൻ എൻ്റെ നയം വ്യക്തമാക്കും, എൻ്റെ അഭിപ്രായം കൂടി ചേർന്ന നയമാണെങ്കിൽ അതായിരിക്കും എൻ്റെയും അഭിപ്രായം, അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളോട് വന്ന് പറയുമെന്നുള്ളത് വളരെ സ്പൂഫ് രീതിയിൽ പറയുന്ന ഒരു വാചകമാണ്. ഈ സംഭാഷണം വളരെയധികം വൈറലായൊരു സംഭാഷണമായിരുന്നു. അത് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അമ്മാ സംഘടനയിൽ നിന്നും മാറ്റണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, അതായത് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചാണ് ഈ തീരുമാനം, അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പൃഥ്വിരാജ് സുകുമാരൻ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞ വാചകങ്ങളാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ സ്പൂഫ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഈ സ്പൂഫിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്കും കൂടി എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന പല രംഗങ്ങളും സീക്വൻസുകളുമാണ് സ്പൂഫ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മളത് 2 ഇരട്ടി ആഘോഷിക്കും. എന്നാൽ വളരെ ഗൗരവകരമായ വളരെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങൾ ഇതുപോലെ സ്പൂഫ് ചെയ്താലുണ്ടല്ലോ ആളുകൾ നിലത്തിട്ടടിക്കും. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ട് പൃഥ്വിരാജ് സുകുമാരൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാചകം, പ്രത്യേകിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിലെ കുറ്റാരോപിതനെന്ന് അപ്പോൾ വിളിക്കപ്പെട്ടിരുന്ന 8ാം പ്രതിയായ ദിലീപിനെ അമ്മാ സംഘടനയിൽ നിന്നും പൂർണ്ണമായും മാറ്റണമെന്നുള്ള തീരുമാനം ഔദ്യോഗികമായി എടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അമ്മാ സംഘടനയിലെ പ്രതിനിധിയായ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ വളരെ ഒരു സ്ട്രോങ് ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവരതിനകത്ത് സ്പൂഫ് ചെയ്തിരിക്കുന്നത്. ആ സ്പൂഫിനെ അങ്ങനെ അങ്ങ് സ്പൂഫാക്കാനോ ചിരിച്ചു കളയാനോ മലയാളികൾക്ക് സൗകര്യമില്ല എന്നതും കൂടി പറയട്ടെ. ഇനി 2ാമത്തെ പോയിന്റ്, ഈ സിനിമയിലെ ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും കൂടുതൽ അസഹനീയവുമായ ഒരു രംഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ വിനീതിനോട് പറയുന്നൊരു സംഭാഷണമാണ്. ഈ അണ്ണൻ രമണിയെ തട്ടിക്കൊണ്ടുപോയി എന്നത് പറയുന്ന സാധനം, അത് രമണിയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം കറന്നു എന്നാണ് പറയുന്നത്. ആ കറന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു രമണി ഒരു സ്ത്രീയല്ല, പശുവാണെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ. ഈ രംഗം സ്പൂഫ് ചെയ്തത് എന്തുദ്ദേശത്തിലാണെന്നും മലയാളികൾക്കറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു രംഗം അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ കണ്ടിട്ടേ ഇല്ല എന്നതും കൂടി പറയട്ടെ. ഇതിനെ കൂടുതൽ വൃത്തികേടാക്കുന്നതും അരോചകമാക്കുന്നതും വൈകൃതമാക്കുന്നതും ഒരു കാര്യം കൂടി കൊണ്ടാണ്. ധ്യാൻ ഈ കഥ പറയുമ്പോൾ ഒരു ഓമിനി വാനിൽ തട്ടിക്കൊണ്ടുപോകാൻ തയ്യാറെടുത്ത് ഭ്രാന്തനായി ചിരിക്കുന്ന ഒരു ദിലീപും മറുവശത്ത് ഒരു സ്ത്രീ കുടയും പിടിച്ച് ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും കാണിക്കാം. അതായത് തട്ടിക്കൊണ്ടു പോകാൻ പോകുന്നൊരു സ്ത്രീയെ അവർ ആ സ്ക്രീനിൽ കാണിച്ചതിന് ശേഷമാണ് കറന്നു എന്നൊരു വാക്കും ഉപയോഗിച്ച് അത് പശുവാണെന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ നറേറ്റീവ് മാറ്റുന്നത്. ഒരു തരത്തിലും മലയാളികൾ ഇത് സ്വീകരിക്കും എന്നതാണ് ഇതിൻ്റെ
അണിയർ പ്രവർത്തകർ ചിന്തിക്കുന്നതെങ്കിൽ എന്തുമാത്രം വൈകൃതമാണ് ആ സീൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്കാണ് ചിന്ത പോകുന്നത്. പടം എൻ്റർടൈനർ ആയിരിക്കാം, സ്പൂഫായിരിക്കാം, നിങ്ങൾ ഉദ്ദേശിച്ചത് സ്പൂഫായിരിക്കാം, ബട്ട് സ്പൂഫിനൊക്കെ ഒരു മര്യാദയുണ്ട് എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായവുമായിട്ടും കൂടി നിൽക്കുന്നത്. ഈ രണ്ട് രംഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്ത് വളരെയധികം ചർച്ചയായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ ഇതിൻ്റെ എഴുത്തുകാരി നൂറിൻ ഷെറീഫ് എന്ന വനിതയാണ്, ഒരു സ്ത്രീയാണ് എന്നതും കൂടി സംസാര വിഷയമാക്കുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ എഴുത്തുകാരിക്ക് എങ്ങനെയാണ് ഇതെല്ലാം സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതെന്നും കൂടി പറയുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനം ഈ സിനിമയ്ക്ക് നേരെ ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ലാലേട്ടൻ സിനിമയായിട്ട് പോലും മോഹൻലാൽ ഈ സിനിമയിൽ 20ഓളം മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ സിനിമ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ എന്നുള്ളത് വേണം പറയാൻ. 1,80,000 എന്ന ടിക്കറ്റിൽ നിന്നാണ് 60,000-ലേക്ക് കൂപ്പുകുത്തി ബബ്ബ മുന്നോട്ട് പോകുന്നത് എന്നതും കൂടി പറയട്ടെ. വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഇറങ്ങിയ സിനിമയാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ദിലീപിന് എങ്ങനെയായിരിക്കും എന്ന സാഹചര്യമില്ല. 8-ാം തീയതി വിധി വന്നതിന് ശേഷം ദിലീപിന് 18-ാം തീയതി റിലീസ് വളരെയധികം നിർണായകമായിരുന്നു. പക്ഷേ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നില്ല എന്നത് വേണം തന്നെ പറയാൻ. ദിലീപ് ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായിട്ട് മാത്രം ഇത് നീങ്ങിയോ എന്നുള്ള ചോദ്യങ്ങളും കൂടി നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യ ദിവസത്തെ ആ ഒരു പുള്ളി പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നില്ല. കുടുംബ പ്രേക്ഷകർ കൈവിടുകയാണോ ദിലീപിനെ എന്നുള്ള ചോദ്യവും കൂടി നമ്മളിവിടെ ഉന്നയിക്കുന്നത്.